മതിയായി ഈ നശിച്ച ജീവിതം, മതിയായി എനിക്ക്. ആർക്കും വേണ്ട എന്നെ. ഇപ്പൊ എന്റെ മമ്മിക്കും വേണ്ട എന്നെ. തോറ്റു, എല്ലായിടത്തും തോറ്റു. നീ ഒറ്റ ഒരുത്തരാ എന്നെ ഇങ്ങനെ ആക്കിയത്. എന്നെ തോൽപ്പിച്ചു നീ കരുതണ്ട. അങ്ങനെ തോൽക്കുന്നവരല്ല ഈ മറഡോണ. നീ മാത്രം തീരുമാനിക്കുന്ന അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് മനസ്സില്ല. എന്റെ ഒരു വിധിയെങ്കിലും ഞാൻ തീരുമാനിക്കും. എന്റെ മരണം ഇങ്ങനെ ഒരുത്തനെ മകനായി കിട്ടാൻ ഞാൻ എന്ത് മഹാപാവമായി ചെയ്തു. താഴെ വീണിട്ട് മരിച്ചില്ലെങ്കിലോ? ഇല്ല, ഞാൻ മരിക്കും. എന്റെ വീട് ഉറപ്പാ? ഉറപ്പ്. നിങ്ങളാരാ? വാടാ. ഞാനൊരു ഏഞ്ചൽ ജോൺ. യു മീൻ മാലാഖ? എന്തിനാ എന്റെ അടുത്ത് വന്നത്? ഈ പ്രപഞ്ചത്തിൽ ചില പ്രത്യേക സമയ മുഹൂർത്തങ്ങളുണ്ട്. ആ സമയത്തെ പ്രാർത്ഥന, ശാപം എല്ലാത്തിനും ദൈവം ഉടനെ ഉത്തരം നൽകും. അത്തരം മുഹൂർത്തങ്ങളിൽ പലരുടെയും പ്രശ്നം നീയായിരുന്നു. ഒരുപാട് പേര് നിന്നെ പ്രാഗിയിട്ടുണ്ട്. പക്ഷെ അതിനേക്കാളും ശക്തമായിരുന്നു നിന്റെ അമ്മയുടെ വാക്കുകൾ. ഭൂമിയിലെ മാലാഹമാരാണ് അമ്മമാർ, ദൈവത്തിന് പ്രിയപ്പെട്ടവർ. അതിനാൽ നിന്നിലേക്ക് ഞാൻ അയക്കപ്പെട്ടു, നിന്നെ രക്ഷിക്കാൻ. ഈ നശിച്ച ജീവിതം മടുത്തിട്ടാ ഞാൻ ആത്മഹത്യക്ക് ഒരുങ്ങിയത്. അവിടെ മനുഷ്യനെ വിടില്ല. അതിരിക്കട്ടെ, എന്നെ രക്ഷിച്ചിട്ട് എനിക്ക് വേണ്ടതൊക്കെ നിങ്ങൾ തരൂ. എടാ, കുരിശിങ്കൽ തറവാട്ടിലെ ജോസഫിന്റെയും മേരിയുടെ മകനായ മറഡോണെ 66 വയസ്സുവരെ ദൈവം നിനക്ക് ആയുസ് തന്നിട്ടുണ്ട്. ആഗ്രഹിക്കുന്നതെല്ലാം നീ ശ്രമിച്ചാൽ ഇതിനുള്ളിൽ ദൈവം നിനക്ക് നൽകും. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? ഒരു ദൈവം. അങ്ങരുടെ തീരുമാനം അനുസരിച്ച് ജീവിക്കാൻ എനിക്ക് സൗകര്യമില്ല. അങ്ങനെ ജീവിച്ചു മടുത്തിട്ടാ ജീവിതം തുലയ്ക്കാൻ ഇറങ്ങിയത്. ഇനി എന്റെ വിധി ഞാൻ തീരുമാനിക്കും. അത് ഞാൻ നടപ്പാക്കാൻ പോവാ. അപ്പൊ അതാണ് നിന്റെ പ്രശ്നം. ശരി, ഞാൻ നിനക്ക് 2 വഴികൾ കാണിച്ചു തരാം. അതിലേത് നീ തെരഞ്ഞെടുത്താലും അതാണ് നിന്റെ വിധി. ആദ്യത്തേത് 66 വയസ്സുവരെ സുഖദുഃഖങ്ങളും വിജയപരാജയങ്ങളും നിറഞ്ഞ ദൈവവിധി അനുസരിച്ചുള്ള ഒരു ജീവിതം.
അടുത്തത് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചുകൊണ്ട് സുഖം മാത്രമായുള്ളൊരു ജീവിതം. ആ, ഇതാണ് എനിക്ക് വേണ്ടത്. എല്ലാം എനിക്ക് പെട്ടെന്ന് കിട്ടണം. പക്ഷെ അങ്ങനെ കിട്ടുമ്പോ നിന്റെ ആയുസ് 66 വയസ്സിന്റെ 1/3 കുറയും. അതെന്താ? ഓരോരുത്തർക്കും ഇന്ന വയസ്സിൽ ഇന്നത് കിട്ടുമെന്ന് ദൈവം വിധിച്ചിട്ടുണ്ട്. അതെല്ലാം നീ ഒറ്റയടിക്ക് നേടുമ്പോൾ അതിനനുസരിച്ച് നിന്റെ ആയുസ് കുറയും. ആഗ്രഹങ്ങളാണ് ജീവിക്കാൻ പ്രേരണ നൽകുന്നത്. അതെല്ലാം ഒറ്റയടിക്ക് സാധിച്ചാൽ പിന്നെ ജീവിതമില്ല. എന്ത് പറയുന്നു? സാരമില്ല, ചെറുപ്പത്തിൽ കിട്ടേണ്ടത് വയസ്സായിട്ട് കിട്ടിയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എനിക്ക് സെക്കൻഡ് ചോയ്സ് മതി. നീ ഒന്നുകൂടെ ആലോചിക്കേ. അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്ക് സെക്കൻഡ് ചോയ്സ് മതി പ്ലീസ്. ഓക്കെ, ഇന്നു മുതൽ നീ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ സാധിച്ചു തരും, വരങ്ങൾ പോലെ. മോനെ മറഡോണേ, നിനക്ക് ഒറ്റ നമ്പർ ലോട്ടറി അടിച്ചടാ. ഇനി ഇയാളെ വെച്ച് ഞാനൊരു കളി കളിക്കും. ആ പിന്നെ ഇതെല്ലാം പറഞ്ഞെന്നെ പറ്റിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഏഞ്ചലോ കീഞ്ചലോ ഒന്നും ഞാൻ നോക്കില്ല. എന്റെ തനി സ്വഭാവം താൻ അറിയും. റാസ്കൽ, നീ ആരാടാ പേടിപ്പിക്കുന്ന? താനെന്നെങ്ങാനും ഇനി വിളിച്ച നിന്റെ ഭാര്യയിലൂടെ ഞാൻ ക്രിക്കറ്റ് കളിക്കും. നീ എന്നെ കൊണ്ടാ ചെയ്യിക്കല്ലേ? യു മസ്റ്റ് കോൾ മീ ഏഞ്ചൽ. ഞാൻ തുടങ്ങിയ പിന്നെ അത് തടുക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരുത്തനുമില്ല, ഇനി ഉണ്ടാവാനും പോകുന്നില്ല. കേട്ടടാ മറഡോണെ, ഒരു രസം. അയ്യോ, ഞാനെങ്ങനെ ഇവിടെ വന്നു? അയ്യോ, ഹെൽപ് മീ, ഹെൽപ് മീ ചേട്ടാ, അയ്യോ രക്ഷിക്കണേ. അയ്യോ, അതാരാ ഇന്നലെ വന്നത്? ഏഞ്ചലാണ് വരം തരാന്നൊക്കെ പറഞ്ഞിട്ട് ഇനിയിപ്പോ ഭൂതോ പിശാചോ മറ്റോ. അയ്യോ, ഭൂതം നിന്റെ മറ്റവൻ. ഞാൻ ജോൺ, ഏഞ്ചൽ ജോൺ. എന്താണ് ഇന്നത്തെ നിന്റെ ആഗ്രഹം? എടാ വരം. എന്താ? എന്തും തരുവോ? തരും. ആ, എന്ത് ചോദിക്കും? എന്നാ ഒരു 5 ലക്ഷം രൂപ താ. അഞ്ചല 100 കോടി തരുമോ? 100 കോടി? ഇല്ല, തരൂല. അതൊക്കെ വലിയ ബുദ്ധിമുട്ടാവും. എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല. കല്ലടാ, എനിക്കത് വലിയ ബുദ്ധിമുട്ടാവും. പിന്നെ ഒരു ദിവസം ഒരാഗ്രഹം മാത്രമേ ഞാൻ സാധിച്ചു തരികയുള്ളൂ. മാത്രമല്ല, ഒരിക്കൽ സാധിച്ചെന്ന ആഗ്രഹം പിന്നെ ചോദിക്കരുത്, തരില്ല, പറഞ്ഞേക്കാം. എന്തുവാ? എടാ, നീ ഇപ്പൊ പണം ചോദിച്ചില്ലേ, ഞാൻ തന്നു. ഇനി പണം ചോദിക്കരുത്, തരില്ല. ഇതെന്തോന്ന് ഏർപ്പാട്? ഇത് ശരിയല്ല ജോണേ. ഏഞ്ചലേ, അങ്ങനെ വല്ലതും ഉണ്ടായിരുന്നെങ്കിൽ അത് ആദ്യമേ പറയണമായിരുന്നു. അത് പിന്നെ ഇന്നലെ അടിച്ച് പാമ്പായിരുന്നോണ്ട് ഞാൻ പറഞ്ഞില്ല. ഏഞ്ചൽ ഇന്നലെ പാമ്പായിരുന്നോ? ഞാനല്ലടാ, നീ ഇന്നലെ അടിച്ച് പാമ്പായിരുന്നോണ്ട് ഞാൻ പറഞ്ഞില്ല. ഞാൻ പാമ്പായ ഏഞ്ചൽ എങ്ങനെ പറയാൻ വിട്ടുപോകുന്നത്? എടാ, നീ ആയിരുന്നല്ലോ പാമ്പ്, ഞാനായിരുന്നല്ലോ പറയേണ്ടിയിരുന്നത്. അതെ, അപ്പൊ പാമ്പായിരുന്നോണ്ടാ ഞാൻ പറയാൻ വിട്ടുപോയത്. ഇതിലിപ്പോ ആരാ പാമ്പ്? അത് ശരി. ഇനിയിപ്പൊ അത് കണ്ടുപിടിക്കാൻ പാമ്പാട്ടിയെ കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ? മാർത്താണ്ഡനല്ല, മറഡോണ. മറഡോണ, മറഡോണ. ഒരു രസം. മാലാഖ എന്നെക്കാളും തരികടയാണല്ലോ. അടുത്ത വരം ആലോചിച്ച് ചോദിക്കുന്നതാണ് ബുദ്ധി. ഇപ്പൊ കിട്ടിയത് കൊണ്ട് ജാങ്കോ ആക്കാം. Come on, boys. ഹലോ, നിങ്ങളെന്താ ഇവിടെ? ചോദിച്ച കേട്ടില്ലേ? അത് പിന്നെ ഞാൻ ഈ വണ്ടിയുടെ ഡ്രൈവറാ. തന്നോട് അല്ലോട് ചോദിച്ചാ. അയാൾക്ക് എന്നെ കാണാനും കേൾക്കാനും ഒന്നും പറ്റില്ല. നീ ഒറ്റയ്ക്കിരുന്ന് സംസാരിച്ചാലേ അയാൾ വിചാരിക്കും നിനക്ക് വട്ടാണെന്ന്. വാടകയ്ക്ക് ബെൻസ്, പുതിയ ഡ്രസ്, കുടിക്കാൻ മിരാൻഡ. എന്റെ പൈസക്ക് നീ മാത്രം സൂചിച്ചാ മതി. ഒരു രസം.
ഇനി എന്നെ എല്ലാരും ഒന്ന് കാണട്ടെ. ഓക്യുപ്പൻസ് എത്ര പേരാണ്? ഒരാൾ മറഡോണ. അപ്പോ ഇദ്ദേഹം? 2 പേർ. ഞാൻ പിന്നെ ഇവിടെ കിടക്കൂടാ. യുവർ ഗുഡ് നെയിം സർ? ഏഞ്ചൽ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ ജോൺ. ഏഞ്ചൽ എന്നുള്ള ഞങ്ങളുടെ ഫാമിലി നെയിമാണ്. വാട്ട്സ് യുവർ നെയിം? എഡ്വിൻ. സ്വീറ്റ് നെയിം. പേര് പോലെ തന്നെ സുന്ദരിയുമാണ്. താങ്ക് യു. യുവർ നെയിം? നികിത. നിങ്ങളും സുന്ദരിയാണ്. സ്റ്റാഫ്. പ്ലീസ് കം സർ. ആ മതി മതി. ഓക്കേ സീ. പോവാം. ശരി. ഇനിയിപ്പോ ആരെ കാണിക്കാൻ? അല്ല, മനസ്സിലാവാഞ്ഞിട്ട് ചോദിക്കാം. നിങ്ങൾ എപ്പോഴൊക്കെയാ കാണാൻ പറ്റുന്നത്? ആഹാ, രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ എന്നെ കാണാൻ പറ്റും. അതെന്റെ ഡ്യൂട്ടി ടൈം. നിങ്ങൾ തമ്മിൽ പരിചയക്കാരാ? ദേ, അനാവശ്യം പറയരുത്. ചോദിച്ചിട്ടല്ലേ പറഞ്ഞത്? താനൊന്നും മിണ്ടാതിരിടോ. ഓ, ഒരു മസിൽ പിടുത്തക്കാരൻ. അതെ, എന്നെ ആരൊക്കെ എപ്പോഴൊക്കെ എന്തിനൊക്കെ കാണണമെന്ന് ഞാൻ തീരുമാനിക്കും. പുരിഞ്ചതാ? വാ. കുളിച്ചിട്ട് വന്ന് കഴിക്കാം. ഏഞ്ചലിനെ ഇതാരാ വിളിക്കുന്നേ? ഹലോ. യെസ്. എങ്ങനെ? നമ്പർ ശരിയാണോ എന്നറിയാൻ വിളിച്ചതാണെന്നോ? ആ, ശരിയായ നമ്പർ തന്നെ. ഓക്കെ, എന്നെ പിന്നെ വിളിക്കൂ. ഐ കോൾ യു ലേറ്റർ. ഇവിടെ ആവശ്യമില്ലാത്ത ചില അവന്മാരിയിരിക്കുന്നു. ഓക്കെ. ഏഞ്ചൽ, ആരാ വിളിച്ചത്? എഡ്വിൻ, റിസപ്ഷനിസ്റ്റ്. ഇത്ര പെട്ടെന്ന് അതിനെ വിളിച്ചോ? ഇതപ്പ നമ്പർ കൊടുത്തു. ഏഞ്ചൽ, ഏഞ്ചൽ, അത് പിന്നെ ഇന്ന് രാത്രി ഈ 12 മണി കഴിഞ്ഞാൽ അടുത്ത ദിവസമല്ലേ? അതെ. നാളത്തെ വരം ഞാൻ അഡ്വാൻസ് ആയിട്ട് ചോദിച്ചോട്ടെ? എനിക്ക് മുമൈദ് ഖാനെ ഒന്ന് കൊണ്ടുതരുവോ? എടാ, ഇന്ത്യയിലുള്ള ഒരു മാലാഹമാരെ ഇതുവരെ മാമാപ്പട ചെയ്തിട്ടില്ല. സോറി സോറി. സോറി. ഫുഡ് അത്ര പോരാ. ജ്യൂസ് തരക്കേടില്ല. ഹലോ, റെസ്റ്റോറന്റ്. സോറി സർ, റെസ്റ്റോറന്റ് ക്ലോസ് ചെയ്തു. കോഫി ഷോപ്പ് ഉണ്ട്. അവിടെ എന്തുണ്ട്? കോഫിയും ബിസ്ക്കറ്റും ഉണ്ട് സർ. 10 കോഫി, 10 പാക്കറ്റ് ബിസ്ക്കറ്റ്. എനിക്കൂടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്. ഒന്ന് മതി. ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ്.